പ്രിയപ്പെട്ടവരെ, വൈകിയെത്തിയവർ അന്വേഷിക്കുന്നുണ്ട് ഇന്നത്തെ ചിന്താവിഷയം എന്തായിരുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞത് ഗൂഗിൾ മാപ്പിനെ കുറിച്ചാണ്. ഗൂഗിൾ മാപ്പ് നോക്കി നമ്മൾ യാത്ര പോവാറില്ലേ? അങ്ങനെ യാത്രയൊക്കെ പോകുന്നതിനിടയിൽ സൂക്ഷിച്ചു പോകണം. ചിലപ്പോൾ ഇല്ലെങ്കിൽ കുളത്തിലും കാട്ടിലും ഒക്കെ പോയി കിടക്കും. നിങ്ങൾ തെറ്റായ വഴിയിലേക്ക് കടന്നാൽ ഹേയ് യു ആർ ഗോയിങ് ദ റോങ് വേ എന്ന്, നിങ്ങൾ തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഗൂഗിൾ മാപ്പ് എപ്പോഴെങ്കിലും പറയാറുണ്ടോ? പറയാറില്ല. പകരം അത് സ്വയം റൂട്ട് ക്രമീകരിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് ഇനി നിങ്ങൾ സ്വീകരിക്കേണ്ട വളവുകളും തിരിവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം അറിയിച്ചുകൊണ്ടിരിക്കും. ജീവിതവും അതുപോലെ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. മുന്നോട്ടുള്ള യാത്രയിൽ ചിലപ്പോൾ നമുക്ക് ദിശ നഷ്ടപ്പെട്ടേക്കാം, വഴിതെറ്റിപ്പോയേക്കാം. അതോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതി നിരാശരായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ജീവിതയാത്ര പുതിയ വഴി സ്വീകരിക്കുക എന്ന് മാത്രം കണക്കാക്കുക. ഗൂഗിൾ മാപ്പ് എങ്ങനെയാണോ പുതിയ വഴിയിലേക്ക് നിങ്ങൾ കയറുമ്പോൾ പുതിയ വളവുകളും തിരിവുകളും കാണിച്ചു തരുന്നത്, ആ വളവുകളും തിരിവുകളും സ്വയം ബോധ്യപ്പെട്ട് സഞ്ചരിക്കുക. അല്പം വൈകിയാലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് വഴിതെറ്റിപ്പോയി എന്ന് പറയാനില്ല എന്ന് കരുതി നിരാശപ്പെടരുത്. ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. അപ്പോൾ നിങ്ങൾ വളവുകളും തിരിവുകളും എടുത്ത് സ്വയം സഞ്ചരിക്കുക എന്നത് മാത്രമാണ്. തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ആ യാത്ര നിങ്ങൾ തുടരാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. സഞ്ചരിച്ചിരിക്കുന്നവനാണ് പിടിച്ചിരിക്കുക എന്നാണല്ലോ നമ്മൾ കേട്ടിരിക്കുന്നത്. ചലിച്ചിരിക്കുന്നവൻ പിടിച്ചു നിൽക്കും, ഉറച്ചിരിക്കുന്നവൻ ഒലിച്ചു പോകും എന്നുള്ളതാണ് കവിയുടെ പ്രമാണം. അത് പ്രേക്ഷകർ ശ്രദ്ധിക്കുക.